ഒന്നാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ 8ാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. പെയ്യട്ടങ്ങനെ പെയ്യട്ടെ. എന്താ പെയ്യുന്നത്? മഴയാണ് പെയ്യുന്നത് അല്ലേ? നമ്മളെപ്പോഴും മഴ പെയ്യുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ ചിത്രം നോക്കിയേ, ഇവിടെ ഒരു പശു ഉണ്ടല്ലേ. പശുവിൻ്റെ നിറം എന്താ? വെള്ള നിറം. വെള്ളയിൽ കറുത്ത പുള്ളികളുള്ള ഒരു പശുവുണ്ട്. പശു തോണ്ട മേളിൽ ആരാ ഉള്ളത്? ഒരു മേഘം ഉണ്ടല്ലേ. അപ്പോൾ ആ മേഘത്തെ നോക്കിയിട്ട് എന്താ പറയുന്നത്? തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ. അപ്പോൾ എന്താണ്? കാത്തു നിൽക്കാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വേഗം മഴ പെയ്യാൻ പറയാണ്. അപ്പം മേഘം എന്താ പറയുന്നത്? ഓ പിന്നെ പെയ്യാം. ഇപ്പം എനിക്ക് പെയ്യാൻ വലിയ മൂഡൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? പിന്നെ പെയ്യാം എന്ന് ആര് പറയുന്നേ? നമ്മുടെ മേഘം പറയുന്നത്. അതിന് താഴെ ആരുണ്ട്? ഒരു തവളയുണ്ടല്ലേ. തവളയുടെ നിറം എന്താണ്? പച്ച. അപ്പോൾ പച്ച നിറത്തിലിരിക്കുന്ന തവള എന്താ പറയുന്നത്? മഴ പെയ്താട്ടെ പേക്രോം പേക്രോം. അപ്പം തവള എങ്ങനെ കരയുന്നത്? പേക്രോം പേക്രോം എന്ന് കരയാണ്ടേ. പേക്രോം പേക്രോം എന്ന് കരഞ്ഞുകൊണ്ട് തവള പറയാണ് മഴ പെയ്താട്ടെ. അപ്പോൾ വീണ്ടും മേഘം എന്താ പറയുന്നത്? ഓ പിന്നെ പെയ്യാം. മേഘത്തിന് എന്തില്ല, ഇപ്പം മഴ പെയ്യിക്കാൻ തോന്നുന്നതുകൊണ്ട് പിന്നെ പെയ്യാം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ആരാ പറയുന്നത്? ഒരു മുത്തശ്ശിയല്ലേ. മുത്തശ്ശി എന്താ പറയുന്നത്? ചൂടെടുത്തിട്ട് വയ്യ മേഘമേ, വേഗം മഴ കൊണ്ടുവാ. അപ്പോൾ മേഘത്തിനോട് പറയാം, ഭയങ്കര ചൂടാണ്, നമുക്കും അങ്ങനെയല്ലേ, ചൂടുകാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടല്ലേ. അപ്പം അമ്മമ്മ പറയാണ്, ചൂടെടുത്തിട്ട് വയ്യ, വേഗം ഒന്ന് മഴ കൊണ്ടുപോകാമെന്ന് പറയാണ്. അപ്പോൾ മേഘം എന്താ പറയുന്നത്? ഓ പിന്നെ പെയ്യാം, എനിക്കിപ്പം പെയ്യാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പിന്നെ പെയ്യാമെന്ന് പറയുന്നു. ഇനി അടുത്ത ആരാണ്? കൊക്ക്. കൊക്കിൻ്റെ നിറം എന്താണ്? വെള്ളയല്ലേ. അപ്പം വെള്ള നിറത്തിലുള്ള കൊക്ക് എന്താ പറയുന്നത്? എങ്ങും ഒരു തുള്ളി വെള്ളമില്ല മേഘമേ, മഴയെ കൊണ്ടുവാ. അപ്പോഴും മേഘം പറയുന്നത് എന്താ? ഓ പിന്നെ പെയ്യാം, എനിക്കിപ്പോൾ പെയ്യാൻ വയ്യ, ഞാൻ പിന്നെ പെയ്യാം. ഇനി അടുത്ത ആരാ പറയുന്നത്? നെൽക്കതിരുകൾ അല്ലേ. നെല്ലാണത്. നെൽക്കതിരുകൾ എന്താ പറയുന്നത്? ഒന്ന് വേഗം പെയ്യ്, ഞങ്ങൾ ഉണങ്ങിപ്പോവുന്നേ. അപ്പോൾ എന്താണ്? മഴയില്ലാതെ ഭയങ്കര ചൂടാവാൻ ചെടികളൊക്കെ ഉണങ്ങിപ്പോവില്ലേ. അപ്പോൾ അതുപോലെ നെല്ലും പറയുകയാണ്, ഒന്ന് വേഗം പെയ്യ്, ഞങ്ങളല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉണങ്ങിപ്പോവും എന്ന് പറയാം. അപ്പോഴും മേഘം എന്താ പറയുന്നത്? ഓ പിന്നെ പെയ്യാം, മേഘത്തിന് ഇനി പെയ്യാൻ ഇപ്പം തോന്നുന്നില്ല, അതുകൊണ്ട് പിന്നെ പെയ്യാം എന്ന് പറഞ്ഞ് മേഘം നിൽക്കുകയാണ്. ഇനി അടുത്ത ആരാണ്? ഒരു തോടാണല്ലോ, ഒരു അരുവിയാണ്. അരുവി നോക്ക്, വറ്റി വരണ്ട് അവിടെയൊക്കെ വിണ്ട് കയറിയിരിക്കുന്നല്ലേ. അപ്പോൾ ആ അരുവി എന്താ പറയുന്നത്? ഒഴുക്ക് നിന്നു, വറ്റി വറ്റി തീർന്നു, മഴ എവിടെ മേഘമേ? ആ മേഘത്തോട് ചോദിക്കുകയാണ്, എൻ്റെ ഒഴുക്ക് നിന്നു നോക്ക്, അവിടെ വെള്ളമുണ്ടോ? അവിടെ ഇവിടെയൊക്കെ ഒരു അല്പം വെള്ളമേ ഉള്ളല്ലേ. അപ്പോൾ എൻ്റെ ഒഴുക്ക് നിന്നു, വറ്റി വറ്റി തീർന്നു, അവിടെ മൊത്തം വിണ്ട് കയറി കിടക്കുകയാണ്. അത്രയും പറ്റുമ്പോഴല്ലേ വിണ്ട് കയറുന്നത്. ആ മഴ എവിടെയെന്ന് മേഘത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ മേഘം എന്താ പറയുന്നത്? ഓ പിന്നെ പെയ്യാം, മേഘത്തിന് അപ്പോഴും പെയ്യാൻ വയ്യ, അതുകൊണ്ട് പറയാണ് പിന്നെ പെയ്യാന്ന്. ഇനി അടുത്ത ചിത്രത്തിൽ നോക്കൂ, നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികളുണ്ടല്ലേ, അവരുടെ കയ്യിലൊക്കെ എന്തുണ്ട്? വടിയൊക്കെ ഉണ്ട്. അവരാരെ പേടിപ്പിക്കുകയാണ്? മേഘത്തെ പേടിപ്പിക്കുകയാണ്. എന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്തോ ചോദിക്കുന്നേ? പെയ്യുന്നുണ്ടോ ഇല്ലയോ, നീ ഇപ്പോൾ പെയ്യോ ഇല്ലയോ എന്ന് എന്താണ് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് മേഘത്തിനോട്. അപ്പോൾ മേഘം ഇത് കണ്ട് പേടിച്ചിട്ട് എന്താ പറയുന്നത്? ഇപ്പം പെയ്യാം, ഇപ്പം പെയ്യാം, പെരുമഴയെയും കൂട്ടി വേഗം പോരാ. ഞാൻ എന്താണ് അത് പേടിച്ചിട്ട് മേഘം പറയാം, ഞാൻ ഇപ്പം തന്നെ പെയ്തോളാം, ഞാൻ എന്താണ് ഇപ്പം പെരുമഴയും കൊണ്ട് ഞാൻ ഇപ്പം തന്നെ വേഗത്തിൽ എത്താമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ മേഘം പറയുന്നത്. അടുത്ത ചിത്രത്തിൽ നോക്കൂ, ദാണ്ടെ മഴ പെയ്യുകയാണല്ലേ. അപ്പോൾ ദാണ്ടെ ആരൊക്കെയാ സന്തോഷിക്കുന്നത്? നേരത്തെ മഴ പെയ്യുമോ എന്ന് ചോദിച്ചാൽ ആരൊക്കെയുണ്ട്? കുട്ടികളുണ്ട്, അതുപോലെ മുത്തശ്ശിയുണ്ട്, പശുവുണ്ട്, തവളയുണ്ട്, നദിയുണ്ട്, നെൽക്കതിരുണ്ട്. ഇവരെല്ലാം സന്തോഷിക്കുകയാണ്. സന്തോഷിച്ചുകൊണ്ട് ഇവരെന്താ പറയുന്നത്? തക തക തെയ് തക മഴ വന്നേ. അപ്പോൾ എന്താണ്? അവർ ആർപ്പ് വിളിച്ചുകൊണ്ട് പറയുകയാണ് മഴ വന്നേ എന്ന്. എന്ത് ചെയ്യാണ്? സന്തോഷത്തോടു കൂടി അവർ വിളിച്ച് പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങളെല്ലാം മാറിയില്ലേ, എല്ലാവർക്കും വളരെ സന്തോഷമായി മഴ വന്നപ്പോൾ അല്ലേ. നമുക്കും അങ്ങനെയല്ലേ, മാർച്ചിലും ഏപ്രിലും ഒക്കെ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള വെയിൽ കഴിഞ്ഞിട്ട് നമുക്ക് മഴ പെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാവാറില്ലേ. അതുപോലെ ഈ ചിത്രത്തിലുള്ള എല്ലാവർക്കും എന്താണ്? മഴ വന്നപ്പോൾ വളരെയധികം സന്തോഷമായി. അടുത്തതായിട്ട് ഇതാ മഴക്കാലത്തെ പറ്റിയൊരു കവിത കൊടുത്തിട്ടുണ്ട്, നോക്കൂ. തുള്ളി വരുന്നു മഴത്തുള്ളി, പറ കൊട്ടി വരുന്നു മഴക്കാലം, മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു, കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. അപ്പം എന്താ പറയുന്നത്? തുള്ളി വരുന്നു മഴത്തുള്ളി, പറ കൊട്ടി വരുന്നു മഴക്കാലം. എന്താണ്? മഴത്തുള്ളി എന്താണ്? തുള്ളിക്കൊണ്ട് വരികയാണ്, ചാടി ചാടി വരികയാണ് അല്ലെ. മഴത്തുള്ളി താഴെ വന്ന് വീഴുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അതുപോലെ എന്താണ്? പറ കൊട്ടി വരുന്നു മഴക്കാലം. മഴക്കാലം എങ്ങനെയാണ്? പറ എന്ന് പറയുന്നൊരു വാദ്യോപകരണമാണ്. അതിനകത്ത് കൊട്ടുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാവും. മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? മഴയ്ക്ക് മുന്നേ ഇടിയുടെ ശബ്ദമൊക്കെ ഉണ്ടായിരിക്കും തരിക. അപ്പോൾ അതിനെയാണ് പറ കൊട്ടി വരുന്നു മഴക്കാലം. ഈ മഴയിൽ ആരൊക്കെയാണ് നനയുന്നത്? മലയും കാടും ഇലയും മരവും കിളിയും എന്ത് ചെയ്യുകയാണ്? മഴയിൽ നനയുകയാണ്. അതുപോലെ എന്തൊക്കെ നനയുന്നു? കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ്റെ താളവും എന്ത് ചെയ്യുന്നു? ഈ മഴയിൽ നനയുന്നു. എഴുതാണ്ട് നമ്മൾ ബാക്കി കുറച്ച് വരികൾ നമ്മൾ എഴുതി പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. മലയും കാടും പൂവും ചെടിയും തവളയും മഴയിൽ നനയുന്നു, തവളയും തവളയുടെ കരച്ചിലും ഈ മഴ നനയുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതി ചേർക്കൂ. ബാക്കി നോക്കാം.
വയലൊഴുകുന്നു വഴിയൊഴുകുന്നു കുളവും പുഴയിൽ ചേരുന്നു മണ്ണലിയുന്നു മനസ്സലിയുന്നു പകലും ഇരുട്ട് പുതയ്ക്കുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. ഇനി മഴ പെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? വയലൊഴുകുന്നു വഴിയൊഴുകുന്നു. വയലുകളിലൊക്കെ എന്ത് ചെയ്യും? വെള്ളം നിറയും അല്ലേ? അതുപോലെ വഴികളിൽ നമ്മൾ നടന്നു വരുന്ന വഴികളിലെല്ലാം മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ വയലൊഴുകുന്നു വഴിയൊഴുകുന്നു കുളവും പുഴയിൽ ചേരുന്നു. ഇനി കുളത്തിലും പുഴയിലൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഒഴുകി ചെല്ലുന്ന വെള്ളങ്ങളെല്ലാം അവിടെ ചെന്ന് ചേരുന്നു. മണ്ണലിയുന്നു മനസ്സലിയുന്നു. പിന്നെന്ത് ചെയ്യും? മണ്ണൊക്കെ ഇളകി ഒഴുകുമല്ലേ ഈ വെള്ളത്തിൽ? ചെളിവെള്ളമല്ലേ നമ്മൾ എപ്പോഴും കാണുന്നത്. അപ്പം ചെളിവെള്ളം ആവാനുള്ള കാരണം എന്താ? അതിൽ മണ്ണുള്ളത് കൊണ്ടല്ലേ. അപ്പം മണ്ണലിയുന്നു മനസ്സലിയുന്നു. എന്താണ്? ചൂടൊക്കെ കൊണ്ടിരുന്ന് നമുക്ക് ഒരാശ്വാസം കിട്ടുന്നല്ലേ, മനസ്സലിയുന്നു. പകലും ഇരുട്ട് പുതയ്ക്കുന്നു. മഴക്കാലത്ത് എങ്ങനെയാണ്? പകൽ സമയത്ത് പോലും ഒരു ഇരുട്ട് കാണല്ലേ, സന്ധ്യ ആയതുപോലെ ഇരുട്ട് കാണും മേഘത്തിൻ്റെയൊക്കെ. അപ്പം പകലും എന്ത് ചെയ്യാണ്? ഇരുട്ട് വരുന്നു. പിന്നെന്താ പറയുന്നത്? കിളിയും കിളിയുടെ പാട്ടും ഒക്കെ എന്ത് ചെയ്യുകയാണ്? ഈ മഴ നനയുന്നു. നേരത്തെ വരികൾ തന്നെ വീണ്ടും പറയാണ്. ഇനി അടുത്തത് നോക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ, ഒരു മലയുടെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നദി ഒഴുകി വരുന്നുണ്ടല്ലേ. അപ്പോൾ ആ നദിയിൽ വരുന്ന സ്ഥലത്ത് എന്തൊക്കെ സംഭവിക്കുന്നു നോക്കൂ. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്തൊരു ഒരു കൊട്ടവഞ്ചി പോലെ ഒരു വസ്തുവിനകത്ത് വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ്, ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്, ഒരാൾ തുണി കഴുകുന്നുണ്ട് അല്ലെ, നീന്തി കളിക്കുന്നുണ്ട്, പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. ഇനി അതല്ലാതെ വെള്ളമുള്ള സ്ഥലങ്ങൾ നോക്കി അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലൊരു സംവിധാനം കാണുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുളം കാണുന്നുണ്ട്. പിന്നെ ഒരു വാട്ടർ ടാങ്കിൽ വെള്ളം ഒഴിക്കുന്ന കാണുന്നുണ്ട്. ഒരു പൈപ്പ് കാണുന്നുണ്ട്. കൃഷിക്ക് ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ആന വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജലം വരുന്നതും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതും നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ജലം എവിടെല്ലാമാണ് നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നത്? കുളം, തോട്, അരുവി, കിണർ, കടൽ, ഇവിടെയെല്ലാം നമുക്ക് വെള്ളം കാണാം അല്ലേ. ഇനി ജലം എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? വെള്ളം എന്തിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്? കുടിക്കാൻ, കുളിക്കാൻ, തുണി കഴുകാൻ, വാഹനം കഴുകാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, മൃഗങ്ങളെ കുളിപ്പിക്കാൻ, ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കും അല്ലേ. ഈ പേജിൽ നിങ്ങൾ എന്താണ്? ഒരു ആമയെ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ പേപ്പർ വെട്ടിയെടുത്ത് ചിത്രം പുറത്ത് വരച്ച് നിറമൊക്കെ നൽകി എന്ത് ചെയ്യുക? ഒരു ആമയെ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ആമയെ നിർമ്മിക്കുമല്ലോ അല്ലേ. നോക്കൂ, മഴ പെയ്യിക്കാം പരീക്ഷണം. അപ്പോൾ ഇവിടെ ഈ പരീക്ഷണം ചെയ്യാൻ പോവാണ് കുട്ടികളല്ലേ. അപ്പോൾ പരീക്ഷണത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കൂ. 2 തരത്തിലുള്ള കുന്നുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഒന്നെങ്ങനെയാണ്? നിറയെ ചെടികളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞു കുന്നാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മറ്റൊന്ന് എന്താണ്? മണ്ണ് മാത്രമുള്ളൊരു കുന്നാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു കുപ്പിയുണ്ട്. കുപ്പിയുടെ അടിവശത്ത് എന്തിട്ടിട്ടുണ്ട്? സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ടല്ലേ, ഓട്ട ഇട്ടിട്ടുണ്ടല്ലേ. പിന്നെ അതിനകത്ത് എന്തുകൊണ്ട്? വെള്ളമുണ്ട്. അപ്പോൾ ഈ താഴെ ഈ കുഞ്ഞു കുഞ്ഞ് സുഷിരങ്ങൾ ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ എന്തുപോലെ പെയ്യും? മഴ പെയ്യുന്നത് പോലെ ഈ വെള്ളം വീഴത്തില്ലേ. അപ്പോൾ ഈ മഴ പെയ്യുന്നത് പോലെ വീഴുന്ന വെള്ളം എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ആ മണ്ണ് മാത്രമുള്ള കുന്നിലും അതിനുശേഷം ഈ ചെടികളുള്ള കുന്നിലും എന്ത് ചെയ്യണം? നമ്മൾ പിടിച്ചു നോക്കണം. അപ്പോൾ എന്തൊക്കെയായിരിക്കാം നമുക്ക് കാണാൻ പറ്റുന്നത്? കൂട്ടുകാരെന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ടത് അവിടെ എഴുതണം. ഇലകളും ചെടികളുമുള്ള മൺകൂനയിൽ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് ഒലിച്ചു പോകുന്നില്ല. എന്നാൽ ചെടികളില്ലാത്ത മണ്ണിൽ വെള്ളം വീഴുമ്പോൾ മണ്ണ് ഒലിച്ചു പോകുന്നു. മഴ പെയ്യുമ്പോൾ ചെടികളില്ലാത്ത സ്ഥലങ്ങളിലെ മണ്ണ് ഒലിച്ചു പോകും. ഇത് നമുക്കിതിന് മനസ്സിലായില്ലേ? നമ്മുടെ ഈ പാഠഭാഗം തീർന്നിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.